നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. കഴിഞ്ഞ 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നും ഉണ്ടായില്ല. റഹീമിന്റെ ജയിൽ മോചന അപേക്ഷയിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെക്കുന്നത് 8ാം തവണ. കേസ് മാർച്ച് 3-ന് പരിഗണിക്കും. കുവൈറ്റിൽ വാണിജ്യ ലൈസൻസുകളില്ലാതെ വ്യാപാരം ചെയ്യുന്ന വിദേശികൾക്കെതിരെ ശിക്ഷ കടുപ്പിക്കാനൊരുങ്ങി വാണിജ്യ വ്യവസായ മന്ത്രാലയം. പ്രത്യേക കരട് നിയമം തയ്യാറാക്കി. നാടുകടത്തൽ ശിക്ഷയ്ക്ക് പുറമെ കനത്ത പിഴയും ജയിൽ ശിക്ഷയും. കുവൈറ്റിൽ ഭിന്നശേഷിക്കാരുടെ പാർക്കിംഗ് സ്ഥലം ഉപയോഗിച്ചാൽ പിഴയും ജയിൽ ശിക്ഷയും. കുവൈറ്റിലെ ജനസംഖ്യ അരക്കോടിയിലേക്ക് അടുക്കുന്നു. പുതിയ സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിട്ടത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അധികൃതർ. രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാർ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ കണ്ണില്ലാത്ത ക്രൂരത. അതിക്രൂരമായ റാഗിങ്ങിനിടെ ജൂനിയർ വിദ്യാർത്ഥികളെ കോമ്പസ് കൊണ്ട് എണ്ണി കുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നേതൃത്വം നൽകിയത് വിദ്യാർത്ഥി സംഘടനാ നേതാവ്. പീഡന പരാതികൾ ഉണ്ടായിട്ടില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ. റാഗിങ്ങിൽ കൂടുതൽ ഇരകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കോട്ടയം SP A ഷാഹുൽ ഹമീദ്. കോഴിക്കോട് കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആനകൾ തമ്മിൽ കുത്തി. തിക്കിലും തിരക്കിലും 3 പേർക്ക് ദാരുണാന്ത്യം. 30ഓളം പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിലേറെയും സ്ത്രീകൾ. ഭിന്നതകളെയും വിമർശനങ്ങളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഏത് ദുരന്തത്തെയും അതിജീവിക്കാൻ സഹകരണവും സഹിഷ്ണുതയും കൂട്ടായ്മയും ആവശ്യമെന്നും അമ്മ. മധുരൈ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് നാളെ സമാപനം. വിശദമായ വാർത്തകൾ നോക്കാം. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നും ഉണ്ടായില്ല. റിയാദ് ക്രിമിനൽ കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറയുന്നത് മാറ്റിവെച്ചത്. ഗവർണറേറ്റിൽ നിന്ന് റഹീമിന്റെ മോചന കാര്യത്തിൽ അഭിപ്രായം തേടിയിട്ടും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി എന്നാണ് വിവരം. ഇത് 8ാം തവണയാണ് റഹീമിന്റെ ജയിൽ മോചന അപേക്ഷയിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെക്കുന്നത്. കേസ് ഇനി മാർച്ച് 3-ന് പരിഗണിക്കും. കുവൈറ്റിൽ വാണിജ്യ ലൈസൻസുകളില്ലാതെ അനധികൃതമായി വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദേശികൾക്കെതിരെ ശിക്ഷ കടുപ്പിക്കാനൊരുങ്ങി വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഇതിനായി മന്ത്രാലയം പ്രത്യേക കരട് നിയമം തയ്യാറാക്കിയതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. പുതിയ നിയമപ്രകാരം വ്യാപാരനാമം, ലൈസൻസ്, ഔദ്യോഗിക അംഗീകാരം, വാണിജ്യ രജിസ്ട്രേഷൻ മുതലായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വ്യാപാരം അല്ലെങ്കിൽ നിയമവിരുദ്ധമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്ന വിദേശികൾ നിലവിലെ നാടുകടത്തൽ ശിക്ഷയ്ക്ക് പുറമെ കനത്ത പിഴയ്ക്കും ജയിൽ ശിക്ഷയ്ക്കും വിധേയരാകേണ്ടി വരും. വാണിജ്യ മന്ത്രിക്കും മന്ത്രിയുടെ പ്രതിനിധിക്കും മന്ത്രാലയത്തിലെ ചില ജീവനക്കാർക്ക് ജുഡീഷ്യൽ പോലീസ് ഓഫീസർ പദവി നൽകാനുള്ള അധികാരവും കരട് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വ്യവസ്ഥകൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുവാനും അനധികൃത സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനും നിയന്ത്രിക്കാനും ഈ ഉദ്യോഗസ്ഥർക്ക് അധികാരം ഉണ്ടായിരിക്കും. കുവൈറ്റിൽ ഭിന്നശേഷിക്കാർക്ക് നിശ്ചയിച്ച പാർക്കിംഗ് ഇടങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെ പിഴയും ജയിൽ ശിക്ഷയും. അടുത്ത ഏപ്രിൽ 22 മുതൽ നടപ്പാക്കുന്ന പുതിയ ഗതാഗത നിയമത്തിലാണ് പുതിയ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നത്. ഇതുപ്രകാരം നിയമലംഘകർക്കെതിരെ 150 ദിനാറാണ് പ്രാഥമികമായി പിഴ ചുമത്തുക. നിയമലംഘനം കോടതിയിലേക്ക് കൈമാറുന്ന സാഹചര്യങ്ങളിൽ 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷത്തിൽ കൂടാത്തതുമായ ജയിൽ ശിക്ഷയും 600 ദിനാറിൽ കുറയാത്തതും 1000 ദിനാറിൽ കൂടാത്തതുമായ പിഴ ശിക്ഷയും വിധിക്കും. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ശിക്ഷ വിധിക്കാനും കോടതിക്ക് അധികാരമുണ്ടായിരിക്കും. നിയമലംഘനം നടത്തുന്നത് വിദേശികളാണെങ്കിൽ ശിക്ഷ നടപ്പാക്കിയ ശേഷം നാടുകടത്തുകയും ചെയ്യും. കുവൈറ്റിലെ ജനസംഖ്യ 50 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. നിലവിൽ 49,87,826 പേരാണുള്ളത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അധികൃതരാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇപ്പോഴും ഇന്ത്യക്കാർ തന്നെയാണ്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ 31% കുവൈറ്റുകളും 20% ഇന്ത്യക്കാരും 13% ഈജിപ്ഷ്യൻസുമാണ്. രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ആകെ 22,47,209 പേരാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ സർക്കാർ മേഖലയിൽ
77.52% കുവൈത്തുകൾ ജോലി ചെയ്യുന്നു. സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന കുവൈത്തികളല്ലാത്തവരിൽ ഏറ്റവും ഉയർന്ന ശതമാനം ഈജിപ്തുകാരാണ്. മൊത്തം സർക്കാർ തൊഴിലാളികളിൽ 7.25% പേർ ഈജിപ്തുകാരാണ്. സർക്കാർ ജീവനക്കാരിൽ 4.42% പേർ മാത്രമാണ് ഇന്ത്യക്കാർ. എന്നാൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരിൽ 31.1% പേർ ഇന്ത്യക്കാരും 25.4% ഈജിപ്ഷ്യൻസുമാണ്. സൗദിയിൽ മലയാളി ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. വാദിനൂർ ഉംറ ഗ്രൂപ്പിന്റെ ബസ് ഡ്രൈവർ തിരുവമ്പാടി നസീമാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. മദീനയിൽ നിന്ന് റിയാദിലേക്ക് വരുമ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. അസിസ്റ്റന്റ് ഡ്രൈവർ ബസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. 40-ലധികം ഉംറ തീർത്ഥാടകരുണ്ടായിരുന്നു ബസ്സിൽ. കുവൈറ്റിലെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറും സൈബർ ക്രൈം കോമ്പാക്ടിംഗ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ചൈനീസ് പൗരന്മാരുടെ ഒരു അന്താരാഷ്ട്ര സൈബർ കുറ്റകൃത്യ സംഘത്തെ പിടികൂടി. കുവൈറ്റിലുടനീളമുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകളിലും ബാങ്കുകളിലും വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഈ സംഘം ഉൾപ്പെട്ടിരുന്നു. കുവൈറ്റിലെ വിവിധ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളും ബാങ്കുകളും അവരുടെ നെറ്റ്വർക്കുകളിൽ സൈബർ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് കേസ് പുറത്തുവന്നത്. വിപുലമായ വിശകലനത്തിലൂടെ ആക്രമണങ്ങൾ ബാഹ്യമായി ഉത്ഭവിച്ചതാണെന്നും നൂതന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴിയാണ് ഇവയ്ക്ക് സൗകര്യമൊരുക്കിയതെന്നും കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ടെലികോം നെറ്റ്വർക്കുകൾ തകർക്കുന്നതിലും ഇരകളെ കബളിപ്പിക്കുന്നതിനായി ബാങ്കുകളും ടെലികോം കമ്പനികളുമായി വേഷം മാറി വഞ്ചനാപരമായ സന്ദേശങ്ങൾ അയക്കുന്നതിലും കൂട്ടാളികളുമായി പ്രവർത്തിച്ചതായും പ്രതികൾ സമ്മതിച്ചു. തുടർച്ചയായ അന്വേഷണങ്ങൾ സംഘത്തിലെ ശേഷിക്കുന്ന അംഗങ്ങളെ തിരിച്ചറിയാനും പിടികൂടാനും സുരക്ഷാ സംഘങ്ങൾക്ക് കഴിഞ്ഞു. പ്രമുഖ പെർഫ്യൂം ബ്രാൻഡായ ഒഡോറയുടെ 5ാമത്തെ ഷോറൂം ദുബായിൽ തുറന്നു. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ് പുതിയ ഷോറൂം. റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ സംഷുദ്ദീൻ ബിൻ മുഹീദ്ദീൻ, ദുബായ് സാമ്പത്തിക മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ജമാൽ മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം, ദുബായിലെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ ഖാലിദ് അൽ മസ്റൂയി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലെ ഷോറൂം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വില കൂടിയ ആഡംബര പെർഫ്യൂമുകൾക്കായി നിഷ് പെർഫ്യൂംസ് എന്ന പ്രത്യേക വിഭാഗവും തയ്യാറാക്കിയിട്ടുണ്ട്. ഓൺലൈൻ വിപണിക്കായി നവീകരിച്ച വെബ്സൈറ്റും ഇതോടൊപ്പം പുറത്തിറക്കി. സൗദിയിൽ ഗ്രോസറി ഷോപ്പുകളിലും സ്റ്റാളുകളിലും പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കാൻ മുനിസിപ്പൽ പാർപ്പിട മന്ത്രാലയത്തിന്റെ നീക്കം. ഗ്രോസറി ഷോപ്പുകൾ അഥവാ ബഗാലകൾക്കും മിനി മാർക്കറ്റുകൾക്കും സെൻട്രൽ മാർക്കറ്റുകൾക്കും ബാധകമാകുന്ന പുതിയ വ്യവസ്ഥകളിലാണ് ബഗാലകളിലും സ്റ്റാളുകളിലും പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിലക്കുന്ന കാര്യം വ്യക്തമാക്കുന്നത്. ബഗാലകൾക്കും മിനി മാർക്കറ്റുകൾക്കും സെൻട്രൽ മാർക്കറ്റുകൾക്കും ബാധകമാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ കരട് വ്യവസ്ഥകൾ പൊതുസമൂഹത്തിന്റെയും വിദഗ്ധരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾക്കായി പബ്ലിക് കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ മന്ത്രാലയം പരസ്യപ്പെടുത്തി. ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന പദ്ധതിയുമായി ദുബായ്. ഇലോൺ മസ്കിന്റെ കമ്പനിയുമായി സഹകരിച്ച് ദുബായ് ലൂപ്പ് നിർമ്മാണത്തിനുള്ള സാധ്യതാ പഠനം പ്രഖ്യാപിച്ചു. ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് വേദിയിലാണ് ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചത്. അതിവേഗ യാത്രാമാർഗമായ ദുബായ് ലൂപ്പ് പദ്ധതിക്കായുള്ള സാധ്യതാ പഠനത്തിന് എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ബോറിംഗ് കമ്പനിയുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കരാറിൽ ഒപ്പുവെച്ചു. ദുബായിൽ നടന്ന വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി വേദിയിലാണ് സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത്. ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ദുബായിലെ ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന പദ്ധതിയാകും ദുബായ് ലൂപ്പ് എന്ന് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. 17 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയിൽ 11 സ്റ്റേഷനുകളാകും ഉണ്ടാവുക. മണിക്കൂറിൽ 160 കിലോമീറ്റർ പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന ദുബായ് ലൂപ്പിന് ഒരേ സമയം 20,000 യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും ഉണ്ടാകും. അമൃത ന്യൂസ്, ദുബായ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 1ാം വർഷ വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ ഒഴിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് ഡംബൽ കയറ്റിവെച്ച് ഉപദ്രവിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അതിക്രൂരമായ പീഡനമാണ് ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. റാഗിങ്ങിൽ കൂടുതൽ ഇരകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം വിശദമായ അന്വേഷണം നടത്തണമെന്ന് കോട്ടയം SP പറഞ്ഞു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരത വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 1ാം വർഷ വിദ്യാർത്ഥികളിൽ ഒരാളെ കട്ടിലിൽ കെട്ടിയിട്ട് ശരീരമാസകലം ലോഷനൊഴിച്ചും
ഡിവൈഡർ ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടെ ശരീരത്തിൽ ഡംബൽ പോലെ ഭാരമുള്ള വസ്തുക്കൾ കയറ്റിവെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വേദനയുടെ ആധിക്യത്തിൽ കരയുന്ന വിദ്യാർത്ഥിയുടെ വായിലേക്ക് ലോഷൻ ഒഴിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾ തന്നെയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്നാണ് നിഗമനം. മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച ശേഷമാകാം ക്രൂരത നടത്തിയതെന്നും സംശയമുണ്ട്. അതേസമയം ക്രൂരമായ റാഗിംഗ് സംബന്ധിച്ച് ഹോസ്റ്റൽ വാർഡനോ കോളേജ് അധികൃതർക്കോ അറിവൊന്നും ലഭിച്ചിരുന്നില്ല എന്ന വാദം സംശയത്തിനിട നൽകുന്നതാണ്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചും റാഗിംഗിൽ കൂടുതൽ ഇരകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് പറഞ്ഞു. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. മദ്യം വാങ്ങുന്നതിനായി സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ചും അന്വേഷണമുണ്ടാകും. നിലവിൽ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നും പോലീസ് കരുതുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ 3 മരണം. കുറുവങ്ങാട് സ്വദേശികളായ അമ്മുക്കുട്ടി, ലീല, രാജൻ എന്നിവരാണ് മരിച്ചത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. ഗോകുൽ, പീതാംബരൻ എന്നീ ആനകളാണ് ഇടഞ്ഞത്. ഘോഷയാത്ര ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ കരിമരുന്ന് പ്രയോഗം നടന്നതോടെ പീതാംബരൻ എന്ന ആന ഇടഞ്ഞ് ഗോകുൽ എന്ന ആനയെ ആക്രമിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ 2 ആനകളും ഇടഞ്ഞതോടുകൂടിയായിരുന്നു അപകടം. അപകടത്തിൽ പിന്നാലെ 2 ആനകളെയും തളച്ചു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് 3 പേരും മരിച്ചതെന്നും കാനത്തിൽ ജമീന MLA പറഞ്ഞു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോടും ഉത്തരമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടും വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരവിറക്കി. മുഖ്യമന്ത്രിയായിരുന്ന ബീരേൻ സിംഗ് രാജിവച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം സമർപ്പിക്കാനിരിക്കെയായിരുന്നു ബീരേൻ സിംഗിന്റെ രാജി. ബിജെപിക്ക് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമവായത്തിലെത്താൻ നേതൃത്വത്തിന് സാധിക്കാത്തതിനെ തുടർന്നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയഗതികൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ബെല്ലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കലാപബാധിതമായ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിനെതിരെ മെയ്തേയ് വിഭാഗം കടുത്ത എതിർപ്പാണ് രേഖപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ച് ദിവസങ്ങൾക്കകമാണ് ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. കഴിഞ്ഞ ദിവസം MLA-മാരുടെ യോഗം ചേർന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സമവായമാകാതെ പിരിയുകയായിരുന്നു. മണിപ്പൂരിന്റെ ചുമതലയുള്ള BJP നേതാവ് സംബിത് പത്രയും BJP സംസ്ഥാന പ്രസിഡന്റ് ശാരദാദേവിയും ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ട് നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് യഥേഷ്ടം പരോൾ അനുവദിച്ച സർക്കാർ. കേസിലെ 3 പ്രതികൾക്ക് 1000-ലധികം ദിവസം പരോൾ അനുവദിച്ചു. മുഖ്യമന്ത്രി തന്നെയാണ് കണക്കുകൾ നിയമസഭയിൽ നൽകിയത്. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നൽകിയ പരോൾ ദിനങ്ങളുടെ കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ്. ഈ കാലയളവിൽ പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകിയതായാണ് കണക്കുകൾ. കേസിലെ 3 പ്രതികൾക്ക് 1000-ലധികം ദിവസം പരോൾ അനുവദിച്ചിട്ടുണ്ട്. KC രാമചന്ദ്രന് 1081 ദിവസത്തെ പരോൾ കിട്ടി. ട്രൗസർ മനോജിന് 1068 ദിവസവും സിജിത്തിന് 1078 ദിവസവും പരോൾ ലഭിച്ചിട്ടുണ്ട്. മറ്റു പ്രതികളായ TK രജീഷിന് 940 ദിവസവും, മുഹമ്മദ് ഷാഫിക്ക് 656 ദിവസവും, കിർമാണി മനോജിന് 851 ദിവസവും, MC അനൂപിന് 900 ദിവസവും, ഷിനോജിന് 925 ദിവസവും, റഫീഖിന് 752 ദിവസവുമാണ് പരോൾ ലഭിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. അതേസമയം 2018 മുതൽ കൊടിസുന്നിക്ക് 90 ദിവസത്തെ പരോളാണ് കിട്ടിയിട്ടുള്ളത്. എമർജൻസി, ഓർഡിനറി, കോവിഡ് സ്പെഷ്യൽ എന്നീ 3 വിഭാഗങ്ങളിലായാണ് പ്രതികൾക്ക് ഇത്രയേറെ പരോൾ അനുവദിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്കായി നിയമസഭ പിരിയുന്ന വേളയിൽ നാടകീയ രംഗങ്ങൾ. വാക്കൌട്ട് പ്രസംഗം തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കേറ്റം. പ്ലക്കാർഡുകൾ ഉയർത്തി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം സഭയിലെത്തി പ്രതിപക്ഷം മനഃപൂർവ്വം സ്തംഭിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് ആരോപിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് വാക്കൌട്ട് പ്രസംഗം നടത്തവെയാണ് സ്പീക്കറും പ്രതിപക്ഷ നേതാവും കൊമ്പുകോർത്തത്. പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. സ്ഥിരമായി തന്റെ വാക്കൌട്ട് പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അങ്ങ് ടീമിനോട് പറ പ്ലീസ്. അങ്ങനെ ടീമിനോട് പറ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിത്തൗട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് 9 minutes വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല, ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ ഫ്രം ചെയർ യു സ്പോക്ക് 9 minutes. It is my right to speak here. I am on my legs. You cannot intervene. Yes. അവിടെ ഇരിക്ക്. കഴിഞ്ഞ ദിവസം വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കർ സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോഴും ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഇന്ന് VD സതീശനൊപ്പം പ്രതിപക്ഷ MLA-മാർ ഒറ്റക്കെട്ടായി നിന്നു. മുദ്രാവാക്യം വിളിച്ച് പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും നടന്നത്. പാതിവില തട്ടിപ്പ് കേസാണ് ആദ്യ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കാനിരുന്നത്. എന്നാൽ ബഹളത്തെ തുടർന്ന് സബ്മിഷൻ ഫ്ലോറിൽ ഉന്നയിക്കാനായില്ല. കേസിനെ കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ പലരുടെയും വിവരങ്ങൾ പുറത്തുവരുമെന്ന് ഭയന്നാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചതെന്ന് കൃഷിമന്ത്രി ആരോപിച്ചു. തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചു. എന്റെ പ്രസംഗം മനഃപൂർവ്വം തടസ്സപ്പെടുത്താനും അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനും ഞാനത് ഫിനിഷ് ചെയ്യുമ്പോൾ അത് സർക്കാരിന് ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് നിരവധി പ്രാവശ്യം, ഇന്നലെ 5 പ്രാവശ്യം സ്പീക്കർ ഇടപെട്ടു. എന്നാൽ ഒരിടവേളയ്ക്കായി സഭ പിരിയുന്ന ദിവസങ്ങളിൽ മുൻകൂട്ടി ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം സഭയിലെത്തി മനഃപൂർവ്വം സ്തംഭിപ്പിക്കുന്നത് പ്രതിപക്ഷം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് ആരോപിച്ചു. പ്ലക്കാർഡുകളും അതുപോലെ ബാനറുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, മുൻകൂട്ടി ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ വരുന്നത്. ബഹളത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ മാർച്ച് 3 വരെ പിരിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. മധുരൈ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. വൻ ജനാവലിയാണ് അമ്മയെ കാണാൻ എത്തിയത്. 5 വർഷങ്ങൾക്ക് ശേഷം മധുരൈ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനെത്തിയ അമ്മയെ ഭക്തിനിർഭരമായാണ് മക്കൾ വരവേറ്റത്. അമ്മയെ തിരുപ്പരൻകുൻട്രം MLA രാജൻ ചെല്ലപ്പ, ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ സഞ്ജയ് റായ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് N ജഗദീശൻ, BJP സംസ്ഥാന സെക്രട്ടറി രമാ ശ്രീനിവാസൻ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി അനുഗ്രഹം തേടി. തുടർന്ന് അമ്മയുടെ ധ്യാനവും സത്സംഗവും ഭജനയും നടന്നു. വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കണമെന്ന് അമ്മ പറഞ്ഞു. ഏത് ദുരന്തത്തെയും സഹകരണത്തോടെയും സഹിഷ്ണുതയോടെയും കൂട്ടായ്മയിലൂടെയും നേരിടണമെന്ന് അമ്മ മക്കളോട് ആഹ്വാനം ചെയ്തു. സഹജീവികളോടുള്ള സ്നേഹത്തിലൂടെ മാത്രമേ ദൈവത്തിനോട് സംവദിക്കാനാകൂ എന്നും അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഇരുൾഛായ പടരുമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങൾക്ക് സഹായധനവും സാരിയും അമ്മ വിതരണം ചെയ്തു. മധുര ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ശേഷം ഈ മാസം 17, 18 തീയതികളിൽ ചെന്നൈ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അമ്മ പങ്കെടുക്കും. അമൃത ന്യൂസ്, മധുരൈ. വഖഫ് JPC റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. ലോക്സഭയിലും JPC റിപ്പോർട്ട് പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പുകൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. 40 ഭേദഗതികളുമായാണ് ബിൽ പാർലമെന്റിലെത്തിയത്. BJPയുടെ മേധാവിശ്വം കുൽക്കർണി റിപ്പോർട്ട് രാജ്യസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് നിയന്ത്രിക്കുന്ന 1995 വഖഫ് നിയമം പുനഃപരിശോധിക്കുന്നതിനാണ് വഖഫ് ഭേദഗതി ബിൽ ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പ് JPC റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു. വ്യാജ JPC റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും ഖാർഗെ വ്യക്തമാക്കി. JPC റിപ്പോർട്ടിൽ ലോക്സഭയിലും ശക്തമായ പ്രതിഷേധം നടന്നു. ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കാനായി നടപടിക്രമങ്ങളിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ വിയോജന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ലെന്നാരോപിച്ചാണ് ബഹളം വെച്ചത്. ഇതിനിടെ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബിൽ സംബന്ധിച്ച് പ്രസ്താവന നടത്തി. माननीय अध्यक्ष जी, विपक्ष के कुछ सदस्यों ने
आपत्ति जताई है कि इनके जो विमत है, डिस्प्यूट्स है, इनको पूरी तरह से नहीं रखा गया है। मैं मेरी पार्टी की ओर से आपको विनती करना चाहता हूं कि विपक्ष के जो डिस्प्यूट्स हैं, एक सिर नीर कर आप संसदीय कार्यप्रणालिका के उपयुक्त रूप में जो जोड़ना है वो जोड़े। इसमें मेरी पार्टी को कोई आपत्ति नहीं। പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പുകൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നതിൽ വിരോധമില്ലെന്ന് അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ടിവി. ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നികുതി ഘടന ലഘുവാക്കിയെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബിൽ അവതരിപ്പിച്ചത്. 2025 ഏപ്രിൽ മുതൽ ബിൽ പ്രാബല്യത്തിൽ വരും. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ബിൽ ലോക്സഭയുടെ സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ മന്ത്രി സ്പീക്കറോട് നിർദ്ദേശിച്ചു. തുടർന്ന് അടുത്ത മാസം 10 വരെ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് സ്പീക്കർ സഭ പിരിയുന്നതായി പ്രഖ്യാപിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. ജൂൺ 1 മുതൽ സിനിമാ സമരം നടത്തുമെന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ സെക്രട്ടറി ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് വിമർശനം. സമരനിർണയം ഒരാളുടെ മാത്രം തീരുമാനമല്ലെന്നും സംഘടനകളുടെ കൂട്ടായ തീരുമാനമാണെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി. പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങളും ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി രംഗത്തെത്തി. താരങ്ങളുടെ പ്രതിഫലം അടക്കമുള്ള വിഷയങ്ങളിൽ അതിശക്തമായ വിമർശനങ്ങളുമായാണ് കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണിതൊക്കെ പറയാൻ സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് ആന്റണി പെരുമ്പാവൂർ ഉയർത്തുന്നത്. ഇതിന് പിന്നിലെ ചേതോവികാരം എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടതെന്നും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിൽ പറയുന്നു. മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം ഇങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് താൻ കരുതുന്നതെന്നും എന്നാൽ ഇത്തരത്തിലൊരു സമരനീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. എന്നാൽ ആന്റണി പെരുമ്പാവൂർ സംഘടനാ യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റുകൾ പരിശോധിച്ചാൽ സത്യം മനസ്സിലാക്കാമെന്നും സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞത് കൂട്ടായ തീരുമാനമാണെന്നും സുരേഷ് കുമാർ പറയുന്നു. ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ താൻ സിനിമ നിർമ്മിച്ചയാളാണ്, താൻ ഒരു മണ്ടനല്ല എന്നും സുരേഷ് കുമാർ പ്രതികരിച്ചു. എമ്പുരാനെ പറ്റി സുരേഷ് കുമാർ പറഞ്ഞത് ഔചിത്യമില്ലാത്ത കാര്യമാണെന്ന് ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചിരുന്നു. എന്നാൽ ബന്ധപ്പെട്ടവരിൽ നിന്നുള്ള വിവരത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അതെന്നും വേണമെങ്കിൽ ആ പ്രസ്താവന പിൻവലിക്കാമെന്നും എങ്കിലും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സുരേഷ് കുമാർ പറഞ്ഞു. പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ് അടക്കമുള്ള താരങ്ങൾ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി രംഗത്തെത്തി. ഈ പോസ്റ്റ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന ക്യാപ്ഷനോടെയാണ് പൃഥ്വിരാജ് ഷെയർ ചെയ്തത്. അമൃത ന്യൂസ്, കൊച്ചി. പത്തനംതിട്ടയിൽ 13-കാരിയെ അമ്മയുടെ ഒത്താശയോടെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞ അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിൽ. ഇരുവരെയും കർണാടകത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ മൊഴിപ്രകാരമായിരുന്നു കേസ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. 13-കാരിയെ പത്തനംതിട്ട നഗരത്തിലെ ലോഡ്ജ് മുറിയിലെത്തിച്ചാണ് അമ്മയുടെ ഒത്താശയോടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചത്. CWCക്ക് പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. അറസ്റ്റിലാകുമെന്ന് ഉറപ്പായതോടെ ഒന്നാം പ്രതിയായ റാന്നി സ്വദേശിയും കുട്ടിയുടെ അമ്മയും ഒളിവിൽ പോയി. പെൺകുട്ടിയെ CWC അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മംഗലാപുരത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത്. ഈ കേസിലെ പ്രതി 11 കേസുകളിൽ പ്രതിയാണ്. കൊലപാതകം ഉൾപ്പെടെ 3, ഇത് കൂടാതെ 3 റേപ്പ് കേസുകൾ, മോഷണ കേസ് തുടങ്ങി എല്ലാവിധ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും പ്രതിയായിട്ടുള്ളതും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പ്രതിയാണ്. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ പ്രതിയാണ് അമ്മയ്ക്കൊപ്പമുള്ള സുഹൃത്ത്. ഇതിൽ ഒരു കൊലപാതക കേസും 3 പീഡന കേസും ഉൾപ്പെടുന്നു. ഇയാൾ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് ഒത്താശ ചെയ്തതിനാണ് അമ്മയുടെ അറസ്റ്റ്. ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ പിന്തുടർന്നാണ് പ്രത്യേക പോലീസ് സംഘം ഒളിവിലായിരുന്ന പ്രതികളിലേക്ക് എത്തിയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ട റാന്നി റീന കൊലക്കേസിലെ പ്രതി മനോജിന് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2014 ഡിസംബർ 28-നാണ് റാന്നി പൂഴിക്കുന്നം സ്വദേശി റീനയെ ഭർത്താവ് മനോജ് കൊലപ്പെടുത്തിയത്. മക്കളുടെ മൊഴിയുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി മനോജ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്.
കൊലപാതകം, തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളിലുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതിയിൽ തെളിയിക്കപ്പെട്ടു. ഒടുവിൽ മകളുടെ മുന്നിലിട്ട് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഓരോ ലക്ഷം രൂപ വീതം 2 മക്കൾക്കും പ്രതി മനോജ് നൽകണം. അല്ലാത്ത പക്ഷം പ്രതിയുടെ സ്വത്തിൽ നിന്നും തുക ഈടാക്കാനും കോടതി ഉത്തരവിട്ടു. ഇന്നിപ്പോ 341 പ്രകാരം 1 മാസം കഠിന തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും ശിക്ഷിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോമ്പൻസേഷനായി 2 ലക്ഷം രൂപ പ്രതി നൽകാനും ബഹുമാനയുടെ കോടതി ഉത്തരവായിട്ടുണ്ട്. 2014 ഡിസംബർ 28-ന് റീനയ്ക്ക് വന്ന ഫോൺ കോളിനെ ചൊല്ലിയുള്ള സംശയമാണ് ക്രൂരമായ മർദ്ദനത്തിനും കൊലപാതകത്തിനും കാരണം. റാന്നി CI ആയിരുന്ന രാജപ്പൻ റാവുത്തറാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 25 സാക്ഷികളെ വിസ്തരിച്ചു. 13 തൊണ്ടി മുതലും ഹാജരാക്കി. സംഭവം നടന്ന് 11 വർഷത്തിന് ശേഷമാണ് പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ISL-ൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. ജംഷഡ്പൂരിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളിനാണ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.